ഇത് കണ്ടോ, ഞാനാണ് കുരുമുളകിൻ്റെ ഇത് വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കണ്ടോ. എനിക്ക് സ്വയം നിൽക്കാൻ തന്നെ കഴിവില്ല. പക്ഷേ എൻ്റെ ആ തൂങ്ങിക്കിടക്കണ മാല പോലെ ആൾക്കാരെ അത് സ്വർണം കൊണ്ടുണ്ടാക്കും, കുരുമുളക് മാല എന്ന് പറയും. കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് വിശേഷപ്പെട്ട ഒരു പ്രസാദമായിട്ട് അവർ നേദിക്കും കുരുമുളക്. എല്ലാ കറികൾക്കും ഞാൻ ഉണങ്ങി കറുത്ത മണിയാവുമ്പോൾ എല്ലാവരും കയറ്റി അയക്കും. എല്ലാ കറികളിലും അസുഖം വന്ന മരുന്നിലും രസത്തിലും ഒക്കെ ഇടും. അപ്പോൾ എന്ത് രസമാണ്. ചില ആൾക്കാർ എന്നെ ഇഞ്ചി നീരിൻ്റെ കൂടെ ചേർത്ത് കാപ്പിപ്പൊടിയും ചേർത്ത് പൊടിച്ചിട്ടിട്ട് അങ്ങോട്ട് കഴിക്കും. ഒരു ശർക്കര പൊട്ടിട്ടിട്ട്. എന്താ രാവിലെ എണീറ്റ് അവരൊരു മനസ്സിലെ സന്തോഷം പറയാൻ പറ്റുമോ? എൻ്റെ സങ്കടം ഞാൻ ഈ വെയിലൊക്കെ കൊണ്ട് നിന്ന് എല്ലാവർക്കും ഇങ്ങനെ സ്നേഹം നിറഞ്ഞു തുളുമ്പി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് എന്താ സന്തോഷം. വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിന് പൊട്ടിച്ചെടുക്കാൻ പെട്ട പഴയുടെ ഒരു സെഞ്ചി നിറച്ച് കൊടുക്കും ഞാൻ അവർക്ക്. അത് നല്ലൊരു വിലയായിരുന്നു. ഇത് കണ്ടിട്ടാണ് നമ്മുടെ അയൽ രാജ്യങ്ങളായ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും വിദേശികളും എല്ലാം വന്നു. അപ്പോൾ അവിടുത്തെ വലിയൊരു രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് കുരുമുളകിനെ കൊണ്ടുപോകാം, പക്ഷേ തിരുവാതിര ഞാറ്റുവേല ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചു. തിരുവാതിര ഞാറ്റുവേലയിലാണ് ഞാൻ അധികം അങ്ങനെ തൂങ്ങിക്കിടക്കുക. ജനുവരി ആകുമ്പോഴേക്കും എന്നെ അവർ ഉണക്കി ചൂടുവെള്ളത്തിലിട്ട് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കും. ഞാൻ കൊല്ലങ്ങളോളം കേടുവരാതെ ഇരിക്കും. എന്നിട്ട് അവർ ആവശ്യത്തിന് ഇട്ടിട്ട് എല്ലാ കറികളിലും ചിക്കൻ്റെ കൂടെ ആയാലും ശരി എല്ലാ കറികളിലും എന്നെ അരച്ച് ചേർക്കും. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഈ പ്ലാവ്, മാവ് അങ്ങനത്തെ പലതരം ചെടികളിലാണ് നിൽക്കുക. ഈ ചക്കയുടെ കാര്യം പറയണോ, അത് അത്രയും വെയിൽ കൊണ്ടിട്ട് കണ്ടില്ലേ, അതിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ കുട്ടികൾ. കണ്ടില്ലേ, കുഞ്ഞു മണിയായിട്ട് പച്ച കളറിൽ. എന്തൊരു രസമാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ അവരും എന്നെപ്പോലെ വരും. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ താമസിക്കാനേ പറ്റില്ല. അപ്പോൾ എനിക്കൊരു താങ്ങ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറങ്കിമാവോ കൊന്നച്ചെടിയോ നമ്മൾ വിഷുവിന് കണി വയ്ക്കില്ലേ, വിഷുക്കൊന്ന എന്ന് പറഞ്ഞിട്ട്, അത് വിഷു കാലത്ത് മാത്രമേ ഞാൻ പൂക്കാറുള്ളൂ കേട്ടോ. അന്ന് വിഷു കൊന്നയും പറഞ്ഞു, അത് ആ വിഷുക്കൊന്ന. അതിലും കണ്ടില്ലേ കുരുമുളക്, അതെല്ലാം കഴിഞ്ഞു. പിന്നൊരു തെങ്ങ്. പിന്നെ ഞാൻ പോയത് എവിടെ വെച്ചാൽ ഭഗവാന് ഇഷ്ടമുള്ള തുളസി ചെടി കണ്ടില്ലേ, ഇതിലെ കതിര് നുള്ളി അവർ മുറ്റത്തേക്ക് അങ്ങോട്ട് വിടും. എന്നിട്ടോ മാല കെട്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി നേദിക്കും. ഭഗവാനും മാല ചാർത്തും. കല്യാണത്തിന് മാല ചാർത്തിയ മാലയെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ അതിനെ അമ്പലത്തിൽ വെച്ചിട്ട് കഴുത്തിൽ അണിയിച്ചു കൊടുക്കും വധൂവരന്മാർക്ക്. തലയിൽ പൂ ചൂടും അമ്പലത്തിൽ നിന്ന് തീർത്ഥത്തിൻ്റെ ഒപ്പം. ഇത് എൻ്റെ ഔഷധ ഗുണത്തിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ എൻ്റെ കുടുംബക്കാരെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും സമയമില്ല. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തന്നെ പല വർഗ്ഗങ്ങളുണ്ട്, ജാതിഭേദങ്ങളുണ്ട്. അതിൽ ഞാൻ കൊടുക്കണ ഇതിന്ന് വിടുന്ന ഓക്സിജൻ, ഈ ഇല വഴി വിടുന്ന ഓക്സിജൻ കൂടുതലുള്ളതുകൊണ്ട് ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും ഓക്സിജൻ ശ്വസിക്കുന്ന എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടം. അത് കാരണം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു തുളസി തറയിലോ എങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. പിന്നെ ഉള്ളത് മുല്ലപ്പൂവിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയത്. മുല്ലപ്പൂ ചെടിയും പറഞ്ഞു, എനിക്ക് 3 ദിവസത്തെ ആയുസേ ഉള്ളൂ. മുല്ലപ്പൂ ചെടി പറഞ്ഞു 3 ദിവസം കായ്ക്കണം, മുല്ല 3 ദിവസമേ കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ ഞാൻ യാത്രയായിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് എത്തിയത് നിത്യകല്യാണി പറഞ്ഞ ചെടിയുടെ അടുത്തേക്ക്. എൻ്റെ ഈ നിത്യകല്യാണി എന്ന് പറഞ്ഞ ചെടി നിൽക്കണ കണ്ടില്ലേ, കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. എന്നെ ഇവർ ഓണക്കായ പൂത്തിട്ട
പൊട്ടിച്ചിട്ട് പൂക്കളുണ്ടാക്കാനിടും. എനിക്ക് പിന്നെ കാര്യമായിട്ട് വിഷമമൊന്നുമില്ല. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ചെടിയിൽ തന്നെയല്ലേ നിൽക്കണത്. മണ്ണിൽ പിന്നെ വീഴുന്നു, മണ്ണിലേക്ക് തന്നെ പോണു, മണ്ണിൽ നിന്ന് ജനിക്കുന്നു, മണ്ണിലേക്ക് പോകും. പിന്നുള്ളത് അതാ തെച്ചിപ്പൂവ്. അതും ഇതാ തെച്ചിപ്പൂവ് കണ്ടില്ലേ, ഇതിൽ മൊട്ടുകളായിട്ടേ ഉള്ളൂ. ഇനി വിരിഞ്ഞ് കഴിഞ്ഞാൽ അതും പൊട്ടിച്ചിട്ട് അവർ അമ്പലങ്ങളിലേക്ക് കൊടുക്കും. പലതരം തെച്ചികളുണ്ടാകും. അതിൽ മരുന്ന് തെച്ചിയാണ് ഏറ്റവും നല്ല. മരുന്ന് തെച്ചി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം തന്നെയുണ്ട് എൻ്റെ തെച്ചി മരത്തിൽ. ഞാൻ നിത്യ കല്യാണിന് വിട്ടിട്ടത് കാശിത്തുമ്പയുടെ അടുത്ത് പോയി. കാശിത്തുമ്പ അപ്പോൾ പറഞ്ഞു, ഇനിയും ഇതാ ഓണമായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കാനും ഉപദ്രവിക്കാനും വരില്ല. പിന്നെ എൻ്റെതാ ഈ വിത്ത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മൂത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരും. അപ്പോൾ അതിൽ കടുകുമണി പോലത്തെ അങ്ങനെ സാധനങ്ങളുണ്ടാവും. അത് നിലത്ത് വീണ് മുളച്ചിട്ടാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പോയി നേരെ എവിടേക്ക് വെണ്ടച്ചെടിയുടെ അടുത്തേക്ക്. അപ്പോൾ വെണ്ടച്ചെടിയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വെണ്ടച്ചെടി പറഞ്ഞു, ഞാനും വെയിലത്തൊക്കെ ഇങ്ങനെ നിന്ന് ഒരു ചെറിയ കുരുവിനെ ഇട്ട് വലുതായി ഇങ്ങനെ വരുമ്പോൾ നിറച്ചും വെണ്ടക്കായ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഉപ്പേരി വയ്ക്കാം, കായ ഉപ്പേരി വയ്ക്കാം, പിന്നെ പോരാത്തതിന് അവിയലുണ്ടാക്കാം, സാമ്പാറുണ്ടാക്കാം, മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം, പച്ചടി ഉണ്ടാക്കാം. വെണ്ടക്ക കൊണ്ട് എന്തൊക്കെ തരം സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക. പച്ചക്കറിയുടെ വില പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോയത് ചെമ്പരത്തി ചെടിയുടെ അടുത്തേക്കാണ് ഞാൻ പോയത്. അതെ ചെമ്പരത്തി, ഇത് കട്ടച്ചെമ്പരത്തി എന്നാണ് പറയുക, ചുമന്ന കളറിൽ. ഇത് ഞങ്ങൾ പൂജയ്ക്കൊന്നും എടുക്കില്ല അവർ, എങ്കിലും അവർ തന്നെ നന്നായി സൂക്ഷിച്ച് നോക്കി വളർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയതാ തിരുവാതിരയ്ക്ക് എന്നെ ഉപദ്രവിക്കാൻ വരുള്ളൂ. അതുവരെ അവർ എന്നെ വളക്കിട്ട് നോക്കും എന്ന് കൂവച്ചെടി പറഞ്ഞു. കൂവച്ചെടി പറഞ്ഞപ്പം അതിൽ പൂക്കളുണ്ടാവും. ആ പൂവൊന്നും അവർ പൊട്ടിക്കാൻ എടുക്കില്ല. അത് സമാധാനം പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിന്നെ അവർ തിരുവാതിര വരെ നോക്കും. തിരുവാതിര കഴിഞ്ഞാൽ നിന്നെ പുഴയ്ക്ക് കൊണ്ടുപോയിട്ട് അരച്ചു നൂറാക്കി പൊടിച്ച് വെക്കും. എന്നിട്ട് അത് കലക്കി കുടിച്ചിട്ട് തിരുവാതിര അവർ കൈകൊട്ടിക്കളിയും പാടി തിരുവാതിരക്കളിയും കളിച്ച് അങ്ങനെ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ ചേനയാണ്. കണ്ടില്ലേ, ചേനയുടെ ഇവിടെ പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചേന തോരൻ, ചേന